അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, പാരൻറ്റിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് നമ്മൾ ഇടപഴകേണ്ട ചില രീതികളെക്കുറിച്ചാണ്. ഒപ്പം പഠനത്തിലൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രയാസം നേരിടുന്ന കുട്ടികളെ എങ്ങനെയൊക്കെ ഉഷാറാക്കാമെന്നും ചെറിയ രീതിയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും ഇൻഷാ അല്ലാ. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വിഷയം ഇന്നത്തെ വിഷയമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം ഒരു കുട്ടി മിടുക്കരാവണമെങ്കിൽ രക്ഷിതാക്കൾ ചെയ്യാനുള്ള പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയോട് നമ്മൾ പെരുമാറേണ്ട രീതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ചില വിഷയങ്ങൾ അങ്ങനെയാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതെങ്ങനെ എപ്പോൾ സാഹചര്യം, സന്ദർഭം അതൊക്കെ പ്രതികൂലമാക്കുന്നു എന്നുള്ളതാണ്. ആർക്കും ഇപ്പോൾ അറിയാത്ത കുട്ടികളെ സ്നേഹിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം കുട്ടികളെ മറ്റൊരു കുട്ടികളുമായിട്ട് തുലനം ചെയ്യാൻ പാടില്ല. കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്, നമുക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടുന്നതുമാണ് അല്ലേ? അതല്ലേ വസ്തുത. പക്ഷെ ഇതെന്ത് വിചാരിച്ച പോലെ നടക്കണില്ല എന്നുള്ളതാണ്. അതിന് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യമില്ലേ, നമ്മളൊന്ന് ട്രൈ ചെയ്യുക, ശീലിക്കുക, നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പല വിഷയങ്ങളിലും. ഇതേ നമുക്ക് കഴിയുള്ളൂ. ഇതിപ്പോൾ ഇത്രേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ സത്യത്തിൽ. ഓക്കെ, ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ കുട്ടി നല്ല കുട്ടിയാവണം. ഓക്കെ, എല്ലാവർക്കും ആഗ്രഹമാണ്. എങ്ങനെ നല്ല കുട്ടിയാകും? എല്ലാവരും ഒരു താല്പര്യമാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യുക എങ്ങനെ നല്ല കുട്ടിയാക്കണം. കുട്ടീനെ കൂടുതൽ വഴക്ക് പറയാൻ പാടില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികളാണ്. അപ്പോൾ അവരോടൊപ്പം നിൽക്കണം, അവർ വിചാരിക്കുന്നതൊക്കെ പെരുമാറാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പുറത്താവുന്നതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യുക അല്ലേ? എല്ലാവർക്കും അറിയുകയും ചെയ്യുക, അറിയാം, എല്ലാവർക്കും അറിയാം ഇന്നത്തെ കുട്ടികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷെ ഇത് പെരുമാറാനും പരിശീലിക്കാനും കഴിയണില്ല എന്നുള്ളതാണ്. അതിനൊറ്റ വഴിയുള്ളൂ, പരിശീലിക്കന്നെ, പഠിക്കന്നെ. വേറെ ഒന്നും കാര്യമായിട്ട് ഇതിന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓരോരുത്തരും ഉൾക്കൊള്ളാം, എന്നിട്ട് എന്തേലും ഒന്ന് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന സംഗതികൾ തന്നെയാണ്. പക്ഷേ ഇതിന് ചെയ്യേണ്ട ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും 1 or 2 കിട്ടും. അത് പരമാവധി പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ വേറെ എവിടെന്നെങ്കിലും ഇങ്ങനെ കിട്ടുക. അങ്ങനെ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളെന്ന് പറയുന്നത് കുട്ടികളുടെ സൈക്കോളജി ഒരു വിഷയമാണ്. അതായത് കുട്ടികൾ 6 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു അതുപോലെ ആയിരിക്കും അവരുടെ ഇൻപുട്ട് ഉണ്ടാവുക. നമ്മൾ എങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുന്നു അതുപോലെ ആയിരിക്കും അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുക. ഇത് എല്ലാ വിഷയത്തിലും എല്ലാവരും പറയുന്ന ഏറ്റവും ബേസിക് സാധനമാണ്. അതുകൊണ്ട് തന്നെ 6 വയസ്സുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു 12 വയസ്സിന് ശേഷം അവർ എങ്ങനെ പെരുമാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ അവർക്ക് നിങ്ങൾ ഇന്ന് കൊടുക്കുക. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ കൂടുതൽ സിനിമ കാണാൻ പാടില്ല. അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടുന്നത് അവർ കാണാൻ പാടില്ല. അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം കളയുന്നത് കാണാൻ പാടില്ല. അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അവർ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇതാണ് പോയിൻ്റ്. ഇതേ വിഷയമുള്ളൂ. ക്ലാസ് കഴിഞ്ഞു. ഉദാഹരണം, ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ വീടും ഓരോരുത്തരുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, പല രീതിയിലുള്ള ഫാമിലികളും പല കുടുംബങ്ങളും ആയിരിക്കും ഉണ്ടാവുക. ഓരോരുടെ ശീലങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പം ഉദാഹരണം, വീട് വലിക്കുന്നൊരു ബാപ്പയുണ്ട്. എങ്ങനെ മൂപ്പർക്ക് തിരുത്താൻ വേണ്ടി പറ്റൂലെങ്കിൽ ഈ കുട്ടി കാണാതിരിക്കുക എന്ന് പറയുന്നത് ഉണ്ടാവില്ല. സ്വന്തം ബാപ്പയാണ്, എന്തായാലും കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ഉമ്മയും ഇടപെടേണ്ട രീതിയുണ്ട്. ഇതെങ്ങനെയെങ്കിലും പറഞ്ഞ് കുട്ടിയുടെ മനസ്സിൽ വീട് വലി മോശമാണ്, മോൻ്റെ ഉപ്പാക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, അതും മോനെ ഉൾക്കൊള്ളാൻ പോസിറ്റീവായിട്ട് എടുക്കേണ്ട വിഷയമല്ല, ഇത് മോശമാണ്, ഉപ്പാക്ക് ഇങ്ങനെ സാഹചര്യമൊക്കെ ആയിരുന്നു പണ്ടുണ്ട്, ഉദാഹരണം, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. അപ്പോൾ മോനെ അത് കണ്ടിട്ട് ആവരുത്. എന്നിട്ട് മോൻ്റെ മനസ്സിൽ ഉപ്പനെ സ്നേഹം വേണം, ഉപ്പൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണെന്ന് സ്നേഹം വേണം. പക്ഷെ ഉപ്പയുടെ ഈ പ്രവൃത്തിയോട് മോനിക്ക് താല്പര്യമില്ലാതാക്കുന്ന രീതിയിൽ നിങ്ങൾ ഇടപെടാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണെങ്കിൽ മോന് ഭാവിയിൽ വീട് വലിയിലേക്ക് പോകില്ല, ഉദാഹരണം. അപ്പം ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള
ആ ഒരു ഹിക്കുമത്തൊക്കെ ഓരോ ഉമ്മമാരും ഓരോ ബാപ്പമാരും ആർജിക്കണം. ബാപ്പയും പറയണം പൊന്നുമോൻ ഇത് വളരെ മോശമാണ് ഉപ്പച്ചിക്ക് അറിയാം, ഉദാഹരണമാണ്. പക്ഷേ ഇതിങ്ങനെ ആയതുകൊണ്ട് വേറെ വഴിയില്ല മോനെ, ഇനി മോനിക്ക് ഇങ്ങനെ വന്നാലും മോനി പരിപാടിക്ക് പോകും, കാരണം ഇതുകൊണ്ട് എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെ ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ മാറും എന്ന് ഉറപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പയും മാറാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയൊക്കെ ചെയ്യുക. പരമാവധി കുട്ടീനെ മുമ്പ് വലിക്കാതിരിക്കുക. ഒരു ഉദാഹരണത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞു. ഇതിന് നമുക്ക് പല രീതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈവൻ ഉപ്പാനെ വലിയ അടക്കം നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതടക്കട്ടെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ എന്താക്കേണ്ടി വരും, പെരുമാറേണ്ടി വരും. ഇതിനെ പരിശീലിച്ചെടുക്കാൻ വേണ്ടി ഓരോരുത്തർ ഇതിന്നിപ്പോൾ ഒരാളുടെ ലൈഫിലേക്ക് എത്രത്തോളം നമുക്ക് വന്നിട്ട് സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റും, അതൊന്നും അസാധ്യമാണ്. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട പല ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒന്നാമത് കുട്ടികളുടെ, നമ്മൾ പറഞ്ഞല്ലോ 6 വയസ്സിന് മുമ്പാണ് കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മൾക്ക് അവർ 100% നമ്മൾക്ക് അവരെ കൺട്രോൾ കിട്ടും. 6 വയസ്സിന് മുമ്പ് അവരെ നമുക്ക് കൺട്രോൾ കിട്ടും. അത് കിട്ടുന്നില്ലെങ്കിൽ 100% നിങ്ങൾ പരാജയമാണെന്നാണ് അതിൻ്റെ അർത്ഥം. 6 വയസ്സിന് മുമ്പുള്ളൊരു കുട്ടിയൊക്കെ 100% നിങ്ങൾക്ക് കൺട്രോൾ കിട്ടണം. അത് കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടുകളിലുള്ള അന്തരീക്ഷം അങ്ങനെ ആവാത്തത് കൊണ്ടാണ്. നിങ്ങൾ വളരെ ഫോണിന് അഡിക്റ്റായ ഫാമിലി, ഉപ്പയും ഉമ്മയുമാണെങ്കിൽ 3 വയസ്സായ കുട്ടിയും ഫോണിന് വേണ്ടി കരയുന്നുണ്ടാവും, തലയിട്ട് അടിക്കുന്നൊക്കെ ഉണ്ടാവും. കാരണം കുട്ടി കാണുന്നത് ഉമ്മ നിരന്തരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതാണെങ്കിൽ. ഉദാഹരണം, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലൊക്കെ ഓതുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു കുട്ടിയും വീട്ടിലെ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയും തസ്ബീഹൊക്കെ ചൊല്ലുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനൊന്നും വലിയ അന്തമൊന്നും വേണ്ട, ഇതൊക്കെ ഏറ്റവും ബേസിക്കായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. 6 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയെ എങ്ങനെ പ്രോഗ്രാമിങ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ഭാവിയിൽ കുട്ടികളുണ്ടാവാം. പിന്നെ 12 വയസ്സ് വരെയുള്ളൊരു സമയമാണ്. 6 വയസ്സ് വരെയുള്ള സമയത്തിൻ്റെ പ്രത്യേകത നമ്മളെ ആയിരിക്കും അവർ കൂടുതലും കാണുന്നത് എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ ഫാമിലി. കാരണം പുറത്തേക്കൊന്നും കൂടുതൽ പോകാനുള്ള, പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ തന്നെ ആയിരിക്കും. ഈ സമയത്തൊക്കെ ഇപ്പോൾ അൽബിർ മോഡൽ സ്കൂളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള തർബിയത്ത് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ വലിയതാകുമ്പോൾ ഒക്കെ മിസ്സാകും പലരുടെയും. കാരണം അതിനെ ഫോളോ അപ്പ് നടത്താനുള്ള സിസ്റ്റം വീടുകളിലോ മറ്റോ ഇല്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ തന്നെ ഒരു കുട്ടിയുണ്ട്, അൽബിറിലായിരുന്നു അന്നേരം പഠിച്ചിരുന്നത്. ആ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത്, ഇവനിക്കപ്പോൾ എത്ര 4 വയസ്സാ 3 വയസ്സായിട്ടേ ഉണ്ടാവുള്ളൂ. കൊണ്ടുപോയ സമയത്ത് ഇവൻ ഹോസ്പിറ്റലിൽ ഉമ്മയാക്കിയ സമയത്ത് മോനെ പേടിക്കണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവൻ പ്രതികരിച്ചാണ്, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം എന്താ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ചൊല്ലിയാൽ നമ്മൾ വിചാരിച്ച കാര്യമൊക്കെ നടക്കൂ, ഒന്നും ബേജാറാവണ്ടെന്ന് ടീച്ചർ പറഞ്ഞതിനേന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ എന്തായി ഹട്ട് ചെയ്തൊരു വിഷയം, ഭയങ്കരമായിട്ട് ഞെട്ടിയൊരു വിഷയമാണത്. കാരണം ഹസ്ബുനല്ലാഹു, കാരണം ഈ പ്രായത്തിൽ കുട്ടിക്ക് അതിങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ള സംഗതിയുമായിട്ട് കുട്ടിയുടെ ടച്ച് പോവാണ്, സമൂഹം സാഹചര്യം സന്ദർഭമൊക്കെ ആയിട്ട്. ഇങ്ങനെയും പറയാം, ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളൊരു ദിക്ർ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലോ. ആ കുട്ടി പറഞ്ഞ സമയത്ത് നമ്മളെ കുട്ടിയെ വീട്ടിൽ നിന്നാണ് ആ കുട്ടിക്ക് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു, ടീച്ചർമാരിൽ നിന്നൊക്കെ കേൾക്കുന്നു. ഈ കുട്ടി കൂടുതലായിട്ട് ചിലവഴിക്കുന്നത് നമ്മളോടൊപ്പമാണ് സമയം. പിന്നെ ഈ കുട്ടി ഒരു 10 വയസ്സും 12 വയസ്സും ആകുമ്പോൾ ഈ കുട്ടി നമ്മളോട് ചിലവഴിച്ച സമയത്തേക്കാൾ കൂടുതൽ കുട്ടിയുടെ പുറത്തുള്ള സുഹൃത്തുക്കളോടൊപ്പമാണ് അന്നേരം ചിലവഴിക്കുന്നുണ്ടാവുക. സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടൊരു 5-8 മണിക്കൂർ അവിടെ പോകും. പിന്നെ മദ്രസയിൽ പോയാൽ അവിടെ ഒരു 2-3 മണിക്കൂർ പോകും. പിന്നെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന കുറഞ്ഞ സമയമാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിക്ക് കൂടുതൽ സ്വഭാവങ്ങളും കൂടുതൽ ശീലങ്ങളൊക്കെ കിട്ടുന്നത് ആരിൽ നിന്നാണ്? പുറത്തുനിന്നുള്ള സർക്കിളിൽ നിന്നാണ്. നമ്മളുടെ സമയം ആപേക്ഷികമായിട്ട് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുറയുന്ന നമ്മുടെ സമയം പോലും കുട്ടിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആ സമയത്തിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. തിരിഞ്ഞോ? കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വൈഫിൻ്റെയും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും സ്നേഹത്തോടെയുള്ള ഇടപഴക്കം. അവർ സന്തോഷത്തോടു കൂടി കുട്ടി കാണുക എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നൊക്കെയാണ് പറയുന്നത്. സമയം എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ, ഉദാഹരണം. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ പ്രായത്തിൽ കുട്ടികളെ നമ്മൾ എങ്ങനെ പരിശീലിപ്പിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് കുട്ടികളെ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പിന്നെ കുട്ടി സ്കൂളിലേക്കൊക്കെ പോകുന്ന ഒരു സമയത്തിലേക്ക് എത്തും. ഈ വീട്ടിലുള്ള സമയത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ശീലങ്ങൾ, ടോയ്ലറ്റ് മാനേഴ്സ്, എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം അള്ളാഹുവിനെയും റസൂലിനെയും അഗൈതകമായ സ്നേഹം കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു രക്ഷിതാവിന് കഴിയണം.
അതിനാദ്യം നമ്മളെ കയ്യിലുള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അള്ളാഹിനെ റസൂലിനെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയും ബാപ്പയും ആവണം. നമ്മളൊക്കെ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ മറിയം സൂറത്തും മറ്റ് സൂറത്തുകളും മാലും മൗലിതൊക്കെ ഉണ്ടാവും. കുറച്ചങ്ങോട്ട് എത്തിയാൽ പലതും മിസ്സാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള കുട്ടികളിൽ തന്നെ നമ്മൾ പെരുമാറേണ്ട ഒരുപാട് ശീലങ്ങളും രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിലായിട്ട് നമ്മൾ പറയണില്ല. ഓക്കെ, കുട്ടികളെ അടിക്കുന്ന വിഷയങ്ങളൊക്കെ പലരും പറയാറുണ്ട്. 7 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയും അടിക്കാൻ വേണ്ടി പാടില്ല എന്ന്. ഓക്കെ, അപ്പോൾ അടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരൂലേ? അടിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സ്വഭാവം നമ്മളറിയാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റിൻ്റെ ഒരു കുട്ടി വന്നു, ഒരു ഉദാഹരണം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ നമ്മളെങ്ങനെ പ്രതികരിക്കുക? അത് കുഴപ്പമില്ലാന്നേ പറയുള്ളൂ. അത് കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. അത് കുട്ടികളല്ലേ, അത് പൊട്ടൂലേന്ന് പറയും. ഇന്നലെ രാത്രി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ പൊന്നു മോൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടുമ്പോൾ നമ്മൾ പറയും, സത്താനെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുപ്പി ഗ്ലാസ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂടാകും. ഇത് കുട്ടി പിറ്റേന്ന് കാണാണ്. ഒരു കുട്ടിൻ്റെ മാനസികാവസ്ഥ ചോദിക്കുക. കുട്ടി പിറ്റേന്ന് കാണാണ് ഇത് എന്നെക്കാളും വലിയ കുട്ടി ഞാൻ ആയിക്കോട്ടെ, ആ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് വീണു. ആ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്, ഗസ്റ്റിൻ്റെ കുട്ടിയാണ്, വീട്ടിൽ അതിഥിൻ്റെ കുട്ടിയാണ്. അവനോട് പറയാണ് കുഴപ്പമില്ല. എന്നോട് പറയാണ്, ഇന്നോട് ഞാൻ അന്നേരം പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ ഇത് എൻ്റെ ഉമ്മിനല്ലേ എന്ന് കുട്ടി ചിന്തിക്കൂല. കുട്ടീൻ്റെ മാനസികാവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്കൊക്കെ പലർക്കുള്ളൊരു വിചാരമാണ് കുട്ടികൾക്ക് ഈ സങ്കടവും ദുഃഖവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെറുതെയാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കുട്ടികൾക്കുണ്ട്. ഓക്കെ, അവർക്ക് നമ്മൾ 1 രൂപയുടെ ആൽപ്പലീവിൻ്റെ മുട്ടായി കൊണ്ടുവരും എന്ന് പറഞ്ഞ് കൊണ്ടുവരാതിരുന്നാൽ നിങ്ങൾക്കൊരാളെ ഒരു വളരെ എമർജൻസിൻ്റെ സമയത്ത് 3000 രൂപ കടം തരാമെന്ന് പറഞ്ഞാൽ കടം തരാതിരുന്നാൽ നിങ്ങൾക്ക് അയാളോടുണ്ടാകുന്ന ദേഷ്യം എന്താണോ അതേപോലെ കുട്ടിക്ക് 1 റുപ്യൻ്റെ മുട്ടായിൻ്റെ വിഷയത്തിൽ നിങ്ങളോടുണ്ടാവും. ഓക്കെ, നമ്മൾ വിചാരിക്കണം 1 റുപ്യൻ്റെ മുട്ടായിക്കൽ ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്ത് ആ 1 റുപ്യൻ്റെ മുട്ടായി വലിയ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് നമ്മളറിയാതെ തന്നെ നമ്മൾ പെരുമാറുന്നൊരു ശീലമാണ്. അത് ഞാൻ പറഞ്ഞു. അവിടെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അയ്യോ സാരില്ലടാന്ന് പറഞ്ഞിട്ട് കുട്ടിപ്പെടുത്താൽ കുട്ടിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കുട്ടികളിലേക്ക് പഠനങ്ങൾ പറയുന്നുണ്ട്, നമ്മളൊരു ദിവസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യല്ല അങ്ങോട്ട് പോവല്ല ഇങ്ങോട്ട് വരല്ല ഉറങ്ങ് എല്ലാം നമ്മൾ കൽപ്പനകളായിരിക്കും നമ്മൾ കൂടുതലും കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇത് കുട്ടികൾ കുല്ലു മൗലൂദി യൂലദ് വലൽ ഫിത്തർ, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിൽ ന്യൂട്രലായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ ഉമ്മയും ബാപ്പയാണ് അവനെ വേണ്ടതൊക്കെ ആക്കണത് എന്നൊരു ഹദീസുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പെരുമാറുന്നതിനനുസരിച്ചാണ്. കുട്ടികളുടെ ഇമോഷണൽ തലം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവർക്കറിയില്ല ദേഷ്യപ്പെടുക എന്നുള്ള പ്രകൃതിയെ അവർക്കറിയില്ല. ഒരാളോട് ചൂടാവുക എന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയില്ല. അവരെല്ലാം ന്യൂട്രലായിട്ടാണ് ജനിക്കുന്നത്. നമ്മൾ ചൂടാവുന്നത് കാണുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചൂടാവണം. 10-ാം വയസ്സിനും 12-ാം വയസ്സിനും കുട്ടിക്ക് ഫോൺ കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നു ചൂടാവേണ്ട സമയമാണിത്. കാരണം ചെയ്യേണ്ടത് ഒന്നിനെ ചെയ്യാതിരിക്കുമ്പോൾ ഉമ്മ എന്നോട് ചൂടാവുന്ന ഒരു പ്രകൃതിയാണ് കാണിക്കാറുള്ളത്. അതുകൊണ്ട് ഇത് ഞാൻ ചൂടാവേണ്ട, എനിക്ക് ഫോൺ ഇതാന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു. ഫോണൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ കുഴപ്പം അല്ലേ? അപ്പോൾ ഫോണൊക്കെ പരമാവധി ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. എത്രത്തോളം കൊടുക്കാതിരിക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. ഓസ്ട്രേലിയയിലെ പുതിയ പഠനം വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ കുട്ടികൾ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗം പൂർണ്ണമായിട്ടും എന്തായിരിക്കും ഗവൺമെൻറ് നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയ നിരോധനം പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് പേരൻസിൻ്റെ സമ്മതത്തോടു കൂടിയും പറ്റൂല എന്നൊക്കെ പുതിയ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അവരുടെ ഗവൺമെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി പോകേണ്ടത് എന്തായിക്കോട്ടെ. അപ്പോൾ നമ്മളുടെ വീട്ടിലെ കുട്ടി പരമാവധി ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുറയ്ക്കുക. ഇനി കൊടുക്കലാണെങ്കിൽ തന്നെ ടൈമൊക്കെ വെച്ചിട്ട് കൊടുക്കുക. ഈ ഹോംവർക്ക് ചെയ്താൽ 2 മിനിറ്റ്, 10 മിനിറ്റ് തരൂ കേട്ടോ. ഓക്കെ, 10ാമത്തെ മിനിറ്റിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കേ, മോനെ 10 മിനിറ്റ് ആയിട്ടുണ്ട് തിരിച്ചു താ. അപ്പം പറയും തരൂല. തരൂലാന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കളിപ്പിക്കലൊക്കെ കളിപ്പിച്ച് എന്നാൽ 1 മിനിറ്റും കൂടി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് ഓക്കെ എടുക്കുന്നു. പറഞ്ഞ സമയത്ത് നമ്മൾ ആക്കാം. അപ്പോൾ ഒരു പക്ഷേ കരഞ്ഞ് കുഴപ്പമാക്കാൻ പറ്റൂല. കാരണം നമ്മൾ ടൈം പറഞ്ഞല്ലേ, ആദ്യമേ നമ്മൾ പറയും 10 മിനിറ്റ് വേണ്ടേ 15 മിനിറ്റാണ് വേണ്ടത്. അത് ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ ഫോൺ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി 2-3 കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കാമെന്ന് ചോദിച്ചാൽ കുട്ടികൾ പെട്ടെന്ന് സമ്മതിക്കും, കുട്ടികളല്ലേ. ഓക്കെ, അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ ഹിക്മത്തിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാം ലവ് ആൻഡ് ലിമിറ്റ്. പ്രധാനമായിട്ട് വളരെയധികം നമ്മൾ സ്നേഹിക്കണം, അതേപോലെ തന്നെ നമ്മൾ ലിമിറ്റും വെക്കണം. അവർ പറയുന്ന എന്തും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന സംഗതികളൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ബാപ്പ എന്ന് പറഞ്ഞാൽ എന്തും തുറന്ന് പറയാൻ, ഉമ്മ എന്ന് പറഞ്ഞാൽ എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ആളാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഞാൻ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ദുഃഖിക്കും വേദനിക്കും എന്നുള്ള ഒരു ഇമോഷണൽ വളർച്ച കുട്ടികളിൽ ഉണ്ടാക്കാൻ രക്ഷിതാവിന് കഴിയണം.
അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനാണ് ലവിൻ്റെ ഭാഗമായിട്ടാണ് സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടീനോട് ചോദിക്കുക എന്ത് നാസ്തയാണ് ആക്കേണ്ടത്. നമ്മൾ ആദ്യം മനസ്സിൽ കരുതി, ഉദാഹരണത്തിന് ഇന്ന് ദോശയാക്കാൻ കരുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു ഇനി കുട്ടീനോട് ദോശ എന്ന് പറയിപ്പിക്കുക, മെൻ്റലിസം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കുട്ടീനോട് ചോദിക്കുക ചപ്പാത്തി ഇന്നുണ്ട്, ഇന്ന് നമുക്ക് ദോശ ആക്കിയാലോ എന്നാണ് എൻ്റെ പൂതി. ഒക്കെ ദോശ ആക്കുക, എങ്ങനെയെങ്കിലും ആട്ടോ അവന് ദോശ, എന്നിട്ട് ദോശ ആക്കിയിട്ട് കുട്ടീനോട് പറയാം ഇന്നിതാ മോൻ പറഞ്ഞോണ്ടാട്ടോ ദോശ ആക്കിയത്. ഉദാഹരണം. ഇതൊക്കെ നമുക്ക് പറയാനും കളിക്കാനൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വിഷയം. അപ്പം കുട്ടിൻ്റെ ഇഷ്ടങ്ങൾ നമ്മളൊരു പരിധിവരെയൊക്കെ നോക്കി കുട്ടീനോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, കാര്യങ്ങളൊക്കെ ചോദിക്കുക, സ്കൂൾ വിഷയങ്ങൾ, പഠന വിഷയങ്ങൾ, കാര്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മൾ പലതിനെയും ചോദിക്കാനൊക്കെ മടി കാണിക്കാറുണ്ട്. ചോദിക്കണം നമുക്കറിയാം, പക്ഷെ എങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ ലവൊക്കെ എക്സ്പ്രസ് ചെയ്യേ. നമ്മളെ 1-ാം വയസ്സിനും 2-ാം വയസ്സിനും 3-ാം വയസ്സിലൊക്കെ നമ്മൾ ചുംബിക്കും മുത്തൊക്കെ കൊടുക്കും. കുറച്ചങ്ങട്ടെത്തി ഒരു 5, 6 എത്തുന്നതിനനുസരിച്ച് ഇതൊക്കെ കുറഞ്ഞ് വരികയാണ് ചെയ്യണത്. പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ വീട്ടിൽ നിന്ന് തീരെ അറ്റൻഷനും ശ്രദ്ധയും സ്നേഹവും കിട്ടും. സ്നേഹമുണ്ട്, ഓക്കെ, എല്ലാവർക്കും സ്നേഹമുണ്ട്, സ്നേഹമില്ലാണ്ട് നമ്മളെ മക്കളല്ലേ. പക്ഷെ ഇത് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ പാട് ഫാൾട്ട് പറ്റുന്നുണ്ട്, നമുക്ക് അറിയാമെന്ന് പറഞ്ഞാലും. അതുകൊണ്ടാണ് നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ ഏട്ടനോ അനിയത്തിയോ പരസ്പരം അഭിനന്ദിക്കാനൊന്നും ഉണ്ടാവില്ല, നല്ല ഉഷാറായി എന്ന് പറയാനൊന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓട്ടോക്കാരനാണ് അപ്പുറത്തുനിന്ന് പറയുന്നത് നല്ല ഡ്രസ്സാണ് കേട്ടോ 3 ദിവസം പറഞ്ഞാൽ ആ പെണ്ണിന് ആ ഓട്ടോക്കാരനോട് ഒരു ചെറിയ ഇഷ്ടം ഉണ്ടാവും. സ്വാഭാവികമല്ലേ, നമ്മളെക്കുറിച്ച് ആര് നല്ലത് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടും. നിങ്ങൾ തന്നെ പറ, നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്താണെങ്കിലും സംഭവം നമുക്കറിയാം, നമ്മളെ പൊക്കുന്നതാണ്, നമ്മളാക്കുന്നതാണെന്ന് അറിയാം. എന്നാൽ പോലും ഒരാൾ നിങ്ങളെ ഡീപ്പ് ഉഷാറായിട്ടോ മാഷാല്ലാ ഉഷാറാട്ടോ എന്നിങ്ങനെ 2 വട്ടം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, നമ്മളെ മനസ്സിൽ സന്തോഷം, അയാളുടെ ഇഷ്ടം ഉണ്ടാവും. മനുഷ്യൻ്റെ അവസ്ഥയാണ് നമ്മളെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള വിഷയങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ എന്താക്കേണ്ടത്. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരുപാട് ചിന്തിച്ച് നോക്കണം. സ്കൂളിലെ വിഷയങ്ങളും സ്കൂളിലെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ വിഷയങ്ങളുള്ളൊരു കുട്ടി. ഓക്കെ, ആ സമയത്ത് അവർക്കൊക്കെ ഉണ്ടാകുന്ന ഫീലിങ്ങുകൾ, കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന്. ഇപ്പം ഉദാഹരണം പറയാം, നമ്മൾ കുട്ടികളെ ഉഷാറാക്കണം എന്നൊക്കെ പറയും, പക്ഷെ ഉഷാറാക്കേണ്ട പല വഴികളും നമ്മൾ ചെയ്യണില്ല. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ സ്കൂളിൽ പോകുന്നൊരു കുട്ടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് തടിച്ച കുട്ടിയൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് തടിയാന്ന് വിളിച്ചിട്ട് കുട്ടീനെ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് നിങ്ങളോട് വന്ന് പറയാൻ പറ്റിയ സ്വാതന്ത്ര്യമുള്ള വീടും ഉണ്ടാവും, ഇല്ലാത്ത വീടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. സ്വാഭാവികമായിട്ട് ഇവൻ സ്കൂളിൽ പോവുകയാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ നമ്മളെയൊക്കെ പലതും പറഞ്ഞ് കളിയാക്കിയിട്ടില്ലേ? നീളില്ലാത്തതിൻ്റെ പേര് കളിയാക്കി, നീളം കൂടിയാൽ കൊക്കാന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലും നമ്മളൊക്കെ ഇതേപോലെ ഈ കുട്ടിയെയും കളിയാക്കുന്നുണ്ടാവും. സ്വാഭാവികമല്ലേ? ഉണ്ടാവും. അപ്പോൾ ഇവനെ ഒരു ദിവസം വിളിച്ചിട്ടൊക്കെ ചോദിക്കുക, സ്കൂളൊക്കെ എന്താ പാട്, കളിയാക്കലൊക്കെ ഇല്ലേ? പണ്ട് ഉപ്പാക്കും ഇങ്ങനെയൊക്കെ കിട്ടിക്കണ്. ഉദാഹരണം. പിന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ചിന്തിക്കണം കേട്ടോ. പിന്നെ ഈ തടി എന്നൊക്കെ വിളിച്ചിട്ട് തടിയന്മാരെ കളിയാക്കും, വലിയന്മാരെ കളിയാക്കും. ഇത് എല്ലാവർക്കും ഉള്ളിൽ തന്നെയാണ് സംഭവം. ഓക്കെ, നമ്മൾ ഓനെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇത് തടി എന്നൊക്കെ പറയുന്നത് വരും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും. ആരോഗ്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആരെങ്കിലും കളിയാക്കുന്നുണ്ട്, നിറത്തിൻ്റെ പേരിലൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ, ഉപ്പാൻ്റെ പണിയൊക്കെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കുന്നുണ്ടാവും. അപ്പോൾ പലർക്കും പല പണിയുണ്ടാവും. നമ്മളിപ്പോൾ പണി, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഇപ്പോൾ അതൊന്നും വിഷയമല്ല. അങ്ങനെ കുറേ കുട്ടിയുടെ മൈൻഡിൽ ഒരാൾ കളിയാക്കുകയാണെങ്കിൽ ഇമോഷണലായിട്ട് മോൻ തളരാൻ പാടില്ല എന്ന് ഒരു കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാനോ നിങ്ങളോ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യതയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. പരീക്ഷയാണ് വരുന്നത്, നല്ലോണം പഠിക്കണം, മാർക്ക് കുറയും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള പഠനം മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ടോ? അതിന് ആദ്യം നമ്മളെ വിശ്വാസം വേണം. നമ്മൾ വിശ്വാസം വേണമെങ്കിൽ ഒരുപാട് ആളെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും കുട്ടിയെ കളിയാക്കാനൊന്നും പറ്റൂല. PTA മീറ്റിങ്ങിനൊക്കെ പോയി ഇപ്പോൾ പാട് ഉഷാറാണ് പലരും. എന്നാൽ പോലും കുട്ടികളറിയാതെ കുട്ടികളെ നമ്മൾ കളിയാക്കുന്ന ഒരുപാട് രീതികളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ നിന്നൊക്കെ അതൊക്കെ വരുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. ഇത്രേ പറയാനുള്ളൂ, കുട്ടികളെ ഹാപ്പി ആവണം നമ്മളോടൊപ്പം. അത് ഇനി ഞാൻ വലിയൊരു കാര്യം പറയട്ടെ, പലപ്പോഴായിട്ട് ചിന്തിച്ചൊരു വിഷയമാണ്. നമ്മൾ പറയും 2-3 ദിവസം കുട്ടി വയറുവേദനയാണ് വയറുവേദന നമ്മൾ ചിന്തിക്കും, എന്താ പഠിച്ചാൽ വയറുവേദന ആയെന്ന് പറയും. ഓക്കെ, പക്ഷേ കുട്ടി ഒരാഴ്ച ഇതിനോടൊന്നും താല്പര്യമില്ല, തീരെ മൂടില്ല പഠിക്കാനൊന്നും. ഓക്കെ, അതൊക്കെ വരുവാടാന്ന് പറയും. അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം പറയും ആത്മഹത്യക്ക് ചെയ്താൽ മരിച്ചാൽ മതിയേനു എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയും. ഒക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കും. സത്യത്തിൽ വയറുവേദനയേക്കാൾ കൂടുതൽ അവിടെ ചികിത്സ കൊടുക്കേണ്ടത് മരിച്ചാൽ മതിയേനു എന്നൊക്കെ ഒരു കുട്ടി പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം കുട്ടിയുടെ മനസ്സിൽ എന്തോ ഒരു വിഷയം, ഡിപ്രഷൻ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും മരിച്ചാൽ മതി എന്നൊക്കെ. വയറുവേദന എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സീരിയസ് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്. കാരണം മൈൻഡ് അവരുടെ കൺട്രോളില്ല, എന്തോ ടെൻഷനും വിഷമങ്ങളും കാര്യങ്ങളും അനുഭവിക്കുന്നു. അങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സാം വന്നിട്ട് പേടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കും.
ഒഴിവാക്കും, രക്ഷിതാക്കളും ഫ്രണ്ട്സൊക്കെ ഒഴിവാക്കും. വയറുവേദന 3 ദിവസമായി തലവേദന പറയുമ്പോൾ അതുണ്ടാവിടെ ഡോക്ടറെ പോയി കാണിച്ചെന്ന് പറയുകയും ചെയ്യും. ഒരർത്ഥത്തിൽ ഫിസിക്കൽ രോഗങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ മാനസികമായ വേദനകൾ എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ വലുത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എല്ലാ വേദനകളും എല്ലാ പ്രശ്നങ്ങളും തന്നെയാണ്. ഓക്കെ, പല്ലുവേദനയൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മാനസികമായിട്ട് ഒരാൾ തളരുന്നു എന്ന് കാണുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് രക്ഷിതാക്കളായാലും മറ്റ് മേഖലകളിലൊക്കെ നമ്മൾ ഇടപെടേണ്ട ഒരു രീതി തന്നെയാണ്. ഓക്കെ, ഈ നമ്മളൊക്കെ ചിന്തിച്ചാൽ വളരെ അത്ഭുതം തോന്നല്ലേ, എല്ലാ വിഷയത്തിലും A+, ഒരു വിഷയത്തിന് തോറ്റതിന്, ഒരു വിഷയത്തിൽ A ആയതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എത്രത്തോളം പരിതാപകരമാണെന്ന്. എന്തൊക്കെയോ പ്രതീക്ഷകളും വേണ്ടാത്ത സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് 10 വിഷയത്തിന് A+ കിട്ടിയതിൻ്റെ സന്തോഷം ആ കുട്ടിക്ക് വരാതെ ഒരു വിഷയത്തിന് A ആയതിൻ്റെ വിഷമമാണ് തുലാസിൽ തൂങ്ങി നിൽക്കുന്നതെങ്കിൽ അതൊക്കെയാണ് ഫാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് മറികടക്കാനൊക്കെയുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്. ഇതിങ്ങനെ നമുക്ക് വിശാലമായിട്ട് പോകും. കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കുക, നീഡ്, അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ സ്നേഹത്തോടു കൂടി കൊടുക്കാൻ വേണ്ടി കഴിയുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികൾ നന്നാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാം ചെയ്യുക. അതോടുകൂടി അതോടെ ചാപ്റ്റർ ക്ലോസ് ആയി. ഇനി ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് അതിനെങ്ങനെ പരിഹരിക്കണം, അതിനെങ്ങനെ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്ക് ഫ്രീഡം ഒക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇന്നത്തെ കാലത്തെക്കുറിച്ചൊക്കെ വളരെ ബോധവാന്മാരായി കൊടുക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല. ഫേസ്ബുക്കും അജാതി സാധനങ്ങൾ മുഴുവനും കാണുന്ന ലിങ്കിലൊക്കെയും കയറി ക്ലിക്ക് ചെയ്താൽ നമ്മളെല്ലാ ഡാറ്റകളും മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ക്ലാസ്സിലെടുത്ത് എല്ലാവരോടും കൂടിയാണ്, കൂടുതൽ പറയാൻ എനിക്കറിയില്ല ആ വിഷയങ്ങൾ, എന്നാൽ പോലും പറയുകയാണ്, നിങ്ങൾ സ്വകാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ അടുത്തിരുത്തിയിട്ട് അവൻ്റെ ചെവിയിൽ പറയും. വാട്സപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മൊബൈലിലൂടെ നിങ്ങളൊരു സ്വകാര്യം പറഞ്ഞാൽ അത് ലോകം അറിയണമെന്ന് വിചാരിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്താലും ശരി, ഫോണിൽ നിന്ന് ഒഴിവാക്കിയാലും ശരി. കാരണം ഇതെന്നൊക്കെ പറയണത് നെറ്റ്വർക്കിൻ്റെ ലോകമാണ്. നമ്മളറിയാതെ നമ്മളെല്ലാം മറ്റുള്ളവരുടെ കയ്യിലുണ്ട്. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയും ഒരാൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടും. കാരണം ഇന്നത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഡൗൺലോഡ് ആക്കും, ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും ഡാറ്റകളൊക്കെ അവർക്ക് വരും. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ നല്ലതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോണിലേക്കൊക്കെ കൊണ്ടുവരുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് 24 hours ഓണാണ്. 24 മണിക്കൂറും ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓണാണ്. ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ അറിയുന്ന ആൾ ഹാക്ക് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓണായിരിക്കും ഉണ്ടാവാന്നൊക്കെയാണ് വിഷയങ്ങൾ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് എത്ര ഉഷാറായി അറിയുന്ന കുട്ടിയാണെങ്കിൽ പോലും സൂക്ഷിക്കേണ്ട രീതിയിൽ തന്നെ ആക്കണം. കാരണം അഭിമാനം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു വിഷയമാണ്. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ പോണില്ല. ഓക്കെ, പോട്ടെ. ഇനി വേറൊരു പ്രധാനപ്പെട്ടൊരു വിഷയം പറയട്ടെ. നമ്മൾ ചില കുട്ടികളെ കുറിച്ച് പറയും, വല്യമ്മമാരൊക്കെ പിരാവുന്നതിനെ കുറിച്ചൊക്കെ പറയും. പിരാവാന്ന് പറയില്ലേ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറയുമ്പോൾ ഉമ്മമാരൊക്കെ വല്ലാണ്ട് ദേഷ്യം പിടിക്കും അല്ലേ. സംഭവം ഈ പിരാക്കലി എന്ന് പറയുന്ന സാധനമില്ലേ, ആ സംഭവം കുട്ടിയുടെ മനസ്സിനങ്ങനെ തട്ടാണ്. അതിനാണ് എന്ത് പറയുക, ഹോളോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ തിരിയുമെന്ന് അറിയില്ല. നമ്മൾ കുട്ടി ഇപ്പോൾ അടുത്ത് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയുണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ കുട്ടി പഠിക്കുകയാണ്. കുട്ടിക്കാണ് കലാപ്രതിഭയായി. കോളേജിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് 7ാം ക്ലാസ് എന്ന് വെച്ചാൽ ദാറുൽഹുദൻ്റെ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ കുട്ടി മാർക്കൊക്കെ വാങ്ങി മത്സരങ്ങളിലൊക്കെ ഫസ്റ്റായിട്ട് കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ കോളേജിലില്ല, അവിടുന്ന് പുറത്ത് പഠിക്കുകയാണ്. ആ സമയത്ത് കുട്ടി മെസ്സേജ് അയച്ചു, ഉസ്താദ് 1ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് നീ ഭാവിയിൽ വളരെ ഉഷാറാവും, കാരണം നിനക്ക് ഇങ്ങനത്തെ കഴിവുണ്ടെന്ന് പറഞ്ഞിരുന്നേന്ന് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ കുട്ടീനോട് അങ്ങനെ പറഞ്ഞു. നമ്മൾ പല കുട്ടികളും ഇങ്ങനെ ഉഷാറാട്ടോ, ഇങ്ങനെയൊക്കെയാണ് ഭാവിയിൽ ഉഷാറാവുന്ന എന്ന് എന്തോ പറഞ്ഞത് ആ കുട്ടിയുടെ മൈൻഡിലേക്ക് അങ്ങോട്ട് കയറിക്കണ്. അതൊക്കെ ആവാൻ പറ്റുമല്ലേ എന്ന് ആ കുട്ടിക്ക് ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ കലാപ്രതിഭായ സമയത്ത് തിരിച്ച് മെസ്സേജ് അയച്ചാണ്, ഉസ്താദ് അന്ന് പറഞ്ഞത് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. നമുക്ക് തന്നെ ഓർമ്മയില്ല. ഇതാണ് സത്യത്തിൽ പിരാവലിൻ്റെ സമയത്തൊക്കെ നടക്കുന്നത്. ഈ ഒരു കാലത്തും കുണം പിടിക്കൂല എന്ന് പറയുമ്പോൾ കുട്ടീൻ്റെ എവിടെയോ ഒന്ന് തട്ടാണ്. ഞാനൊരു കാലത്തും കുണം പിടിക്കൂലേ, ഇനി ഞാൻ ഗുണം പിടിക്കും. അതാണ് ഈ പിരാക്കലിലൊക്കെ സംഭവിക്കുന്നത്. സംഭവം ഓക്കെ, ഞാൻ കൂടുതലും അങ്ങോട്ട് പോകുന്നില്ല. ഇതിന് ഹോളോ എഫക്റ്റ് എന്നൊക്കെ പറയും, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എൻ്റെ ഉമ്മമാരെ വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ എന്താക്കാണ് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കുട്ടി പഠിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പം പിന്നോട്ടെങ്കിൽ സ്വഭാവത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ പരിഹാരം കണ്ടെത്താൻ ഒരു പരിധിവരെയൊക്കെ കഴിയും. ഇങ്ങനെ നമുക്കിത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി മറ്റൊരു വിഷയം, കുട്ടി പഠനത്തിൽ വേക്കിലാണെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഫിസിക്കലായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അതായത് നമുക്ക് തിരിയൂല, കുട്ടിയുടെ കണ്ണ് ചെറിയ കാഴ്ചക്കുറവ് പോലെ ഉണ്ടോ,
ഒന്ന് അതിലേക്കൊന്ന് നോക്കുക. ചെവി കേൾക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. നമ്മളെ കുട്ടി എന്ന് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലാവുന്ന സമയത്ത് നമ്മൾ അത്രക്കും അടുത്തായിരിക്കും ഉണ്ടാവുക, റൂം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ചെവി കേൾവിക്ക് കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് രക്ഷിതാക്കൾക്ക് പോലും കണ്ടെത്താൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ കുട്ടിയാണ് ക്ലാസ് റൂമിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കണ്ണിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോക്കണം. പോരാത്തിന് മൂക്കിന് വളവ്, രാത്രി ഉറക്കം കിട്ടായ്മ, വായ തുറന്നുറങ്ങുക, ഉദാഹരണം അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കുട്ടികളുടെ പഠനത്തെ വല്ലാതെ ബാധിക്കുമെന്നുള്ളതാണ്. ഇതൊരു പക്ഷെ നമുക്ക് കണ്ടെത്താൻ പോലും കഴിഞ്ഞോളണമെന്നില്ല. ഇപ്പോൾ ഫിസിക്കലായിട്ട് തലവേദന എന്നൊക്കെ പറയുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പൈസയൊന്നും ആവാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തൊക്കെ കുട്ടിക്ക് വേണ്ട ഒരു സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നവരാണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു വശം കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുന്നതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് സ്കൂള് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്കും വേണം. സ്കൂളിൽ അയക്കുന്നു, വരുന്നു, ഹാപ്പിയാണ്. ഓക്കെ, പഠിപ്പിക്കുന്ന ഓരോ വിഷയത്തിലെടുക്കുന്ന ടീച്ചർമാരെന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. അവരും ഭയങ്കരമായ ഈ ടെൻഷനിലും കാര്യത്തിലൊക്കെയാണ് അവരും ക്ലാസ്സിലേക്ക് വരുന്നത്. അവരും ഈ ഒരു കാലത്തും ഗുണം പിടിക്കൂലാണേ എന്നൊരു കുട്ടീനോട് പറഞ്ഞില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സ്ഥാനത്താണത്. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന അധ്യാപകന്മാരെ നമുക്ക് കിട്ടുക, നമ്മളെ കുട്ടിക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ടായി കൊടുത്തു, ടീച്ചർമാർ കൊണ്ടുപോയി കൊളാക്കുന്ന ടീച്ചർമാരാണെങ്കിൽ അതും കുട്ടിയെ 100% ബാധിക്കും. 100% ബാധിക്കും. ഞാൻ പിന്നെ പറഞ്ഞു 100% ബാധിക്കും. ഇമോഷണൽ അധ്യാപകൻ്റെ ഒരു വൈകാരിക തലം കുട്ടിയെ 100% ബാധിക്കും എന്നുള്ളതിൽ. അപ്പം നിങ്ങളൊന്ന് പഠിച്ചു നോക്കേ, കുട്ടി ഏത് ടീച്ചറെ ക്ലാസ്സിലാണ്, എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കേ. ചില സമയം പറയുകയാണ് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. ഒന്നാ കാരണം ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി, ഏതെങ്കിലും ടീച്ചർ കുട്ടിയെ കളിയാക്കുന്നുണ്ടാവും. വിചാരിച്ചു നാളെ ടീച്ചർ പോയിട്ട് കോളറ പിടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, കോളറ പിടിക്കുകയാണെങ്കിൽ അത് കുട്ടി കണ്ടിട്ട് കുട്ടി വളരെ മോശം ഇമേജാണ് കുട്ടീൻ്റെ മൈൻഡിലേക്ക് വരിക, അത് വേറെ വിഷയം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് വേണം. കുട്ടി പഠിക്കുന്ന സിലബസിനെ കുറിച്ചൊരു ധാരണ. വിചാരിച്ചു ഉമ്മ എല്ലാം പഠിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. ഓക്കെ, അതൊന്നും കഴിയുന്ന കാര്യമില്ല. ഇന്നത്തെ കാലത്ത് കുട്ടികളപ്പോൾ ഒരു പക്ഷേ നമുക്ക് എത്താൻ പോലും കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ പോലും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ, ഒരു ബോധം നമുക്കുണ്ട് എന്ന് കുട്ടിയെ എന്താക്കണം, മനസ്സിലാക്കണം. അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പഴഞ്ചനാണ് എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, മൂന്നാമത്തെ ഒരു സാധനമാണ് ഒരു മെൻ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോണിൻ്റെ വിഷയമല്ലേ. കുട്ടികൾ വളരുന്നതിനനുസരിച്ചൊക്കെ വളരേണ്ട ഒരുപാട് തലച്ചോറുകളും ഹോർമോണുകളും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ പോരായ്മകളൊക്കെ കുട്ടികൾ വായനയ്ക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഠന രീതികളൊക്കെ ക്ലാസ് റൂമിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റണം. അതിനൊരു രക്ഷിതാവ് മനസ്സിലാക്കാനുള്ളൊരു കഴിവൊക്കെ രക്ഷിതാവിന് വേണം. അപ്പോൾ വിശാലമായ ഒരു ഏരിയയാണ്. ഓക്കെ, ഇപ്പം കൂട്ടി വായിക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു ഫോക്കസ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓരോ അക്ഷരത്തിലേക്കും ഫോക്കസ് കൊടുക്കുക, തീരെ ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. ഇരിക്കുന്നിടത്ത് ഇരുത്തുറക്കണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ക്ലാസ്സിൽ ഒച്ചപ്പാടാക്കുക, ബഹളാക്കുക, ഭയങ്കര പിടിച്ചാൽ കിട്ടണില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളില്ലേ, അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവാം. അവർ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളൊന്നും എടുത്തു വെക്കാനൊന്നും അവർക്കൊരു ഇത് കിട്ടില്ല. അടക്കം ചിട്ടൊന്നും അവർക്ക് കിട്ടില്ല. ഇന്നൊരു ദിവസം പേന കൊണ്ടുപോയി, രണ്ടാം ദിവസം പെൻസിൽ തിരിച്ചു കൊണ്ടുവരില്ല, മൂന്നാം ദിവസം നോട്ട് എവിടെയായി, അവർക്ക് അവരെക്കുറിച്ചൊരു ധാരണയില്ല. ഓക്കെ, അപ്പോൾ മൈൻഡിലൊക്കെ വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. അതിനൊക്കെ ഒരുപാട് തരത്തിലുള്ള ട്രെയിനർമാരൊക്കെ ഉണ്ട്. നമ്മൾ മക്കളുടെ കാര്യത്തിനൊക്കെ കുറച്ചൊക്കെ പൈസ ചിലവഴിക്കാൻ ഇല്ലെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, ചിലവഴിക്കേണ്ടി വരും. അല്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം കുറച്ച് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഈ റെമഡിയൽ ട്രെയിനർമാരെന്നൊക്കെ പറയാറുണ്ട്. ആ കുട്ടിക്ക് ഓരോ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കിട്ടുന്നില്ല, 5ാം ക്ലാസ്സിലെത്തി ഖുർആൻ ഓതാൻ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയ ദുഃഖം വേറെ എന്താ ഉള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു പക്ഷെ നമ്മൾ മരിച്ചാൽ നമ്മൾ യാസീനെ നോക്കിയിട്ട് തെറ്റാണ്ട് ഓതാൻ കഴിയുന്ന ഒരു മോനോ മോളോ നമുക്കില്ലെങ്കിൽ പിന്നെ ഈ ദുന്യാവിനെ കൊണ്ട് എന്താ അർത്ഥം നമുക്കുള്ളത്? അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടിയായിരിക്കും, ഇത് അള്ളാഹു തരുന്നൊരു ബല ആയിരിക്കാം, അള്ളാഹു ആരാം. എന്നാൽ പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ട്രെയിനർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ അതൊന്നും അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ അങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു അഴക്കൻ സമീപനം നമ്മൾ എന്താക്കാൻ വേണ്ടി പാടില്ല, മാറ്റണം എന്നും കൂടിയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇങ്ങനെ പാടിപ്പോൾ അപ്പോൾ കുട്ടികൾക്കനുസരിച്ചുള്ള പഠന രീതികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെയുള്ള ഒരു വിഷയം കൂടിയാണ് ഇവിടെ നമ്മൾ പറയാനുള്ളത്. ഓക്കെ, പിന്നെ സമയം കുറച്ചുകൂടെ ലെങ്തായെന്ന് സംശയമുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കുട്ടികൾക്ക് വേണ്ടത് ഇമോഷണൽ ലേണിംഗ് ആണ്. അതായത് ദുഃഖങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സ്, അതാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പഠനം വേണം. ഓക്കെ, പഠനം നമ്മൾ അക്ഷരങ്ങളൊക്കെ എന്തായാലും ഒരു ബേസിക്കലായിട്ട് അറിയണം. അതിൻ്റെ പുറമെ ഒരു മനുഷ്യനാവണമെങ്കിൽ ഉണ്ടാവേണ്ട സോഷ്യൽ സ്കില്ലുകളൊക്കെ ഉണ്ടല്ലോ. ഒരാളുടെ എങ്ങനെ
ഒരാളുടെ എങ്ങനെ പെരുമാറണം, എവിടെ സന്തോഷിക്കണം, എവിടെ സങ്കടപ്പെടണം, എങ്ങനെ ആ ഒരു കഴിവ് അതും കൂടി മക്കളെയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി രക്ഷിതാക്കളാകുന്ന നമ്മളൊക്കെ ശ്രമിക്കണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താകുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കാര്യമായിട്ട് പറഞ്ഞത് കുട്ടികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ്. 7 വയസ്സിന് മുമ്പുള്ള കുട്ടികളോട് പെരുമാറേണ്ട രീതികൾ. ഓക്കെ, അപ്പം പെരുമാറേണ്ട രീതികളുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന സുബഹിക്ക് എണീച്ച് നിസ്കരിക്കുന്ന ഉമ്മയെ ഉപ്പയോ ഒക്കെ കാണുന്നൊരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്കും തിരി ഇതൊക്കെ വേണ്ടതാണെന്ന്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് തോന്നും ഇതിലൊന്നും അർത്ഥമില്ല, ഞാൻ മാത്രം മദ്രസയിൽ പോയതിനെ കൊണ്ടൊന്നും ഒരു കുട്ടി നന്നാവില്ല. എഴുതി വെച്ചു, മദ്രസയിൽ പോയി എന്നത് കൊണ്ട് മാത്രം ഒരു കുട്ടി നന്നാവില്ല. അതിന് ഒരു അന്തരീക്ഷം വീട്ടിലും ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കളെ നിങ്ങൾക്ക് പറ്റണം. എന്നാലേ കുട്ടിയിൽ മാറ്റമൊക്കെ ഉണ്ടാവേണ്ടി പറ്റുള്ളൂ. ഇൻഷാ അല്ലാ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. കുട്ടികളുടെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. ഇനി കുട്ടികൾ വലിയ അഡൾട്ടിലേക്കൊക്കെ എത്തിയാൽ, ഒരു അഡോൾസൻസിലേക്കൊക്കെ എത്തിയാൽ കുട്ടികളോട് പെരുമാറുന്ന രീതികൾ വാശിയൊക്കെ കൂടും. അപ്പോൾ അതിനനുസരിച്ചൊക്കെയുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എവിടെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും ഇതിലേക്ക് തന്നെയായിരിക്കും. നിങ്ങൾക്ക് എന്ത് പാരൻറ്റിങ് ക്ലാസ് കേട്ടാലും എന്ത് വാല് കേട്ടാലും ഒക്കെ അവസാനം എത്തുന്ന തുക ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അവരെ സ്നേഹിക്കണം, അവരെ പരിശീലിപ്പിക്കണം, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അതൊക്കെ എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു വശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനൊക്കെ നമ്മളൊന്ന് ഉഷാറാവാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ചെയ്താലേ ഫലമുണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തിൻ്റെ മുകളിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഖലാഹും ഒക്കെയാണ്. ഫൗഖ തഖദീരിനാ ലില്ലാഹി തഖദീറു. നമ്മുടെ കൂട്ടലുകൾക്കപ്പുറമാണ് അള്ളാഹുവിൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇതൊക്കെയും അവസാനിക്കുന്ന ഒരു ദിനമുണ്ട്. അനന്തമായി നീണ്ടു കിടക്കുന്ന ആഖിറമാണ് നമ്മുടെയൊക്കെ സ്വപ്നവും പ്രതീക്ഷയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയും നമുക്ക് സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.